AMOLED ഡിസ്പ്ലേ അല്ലെങ്കിൽ OLED ഡിസ്പ്ലേസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡിസ്പ്ലേസിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി എന്നാണ് OLED അല്ലെങ്കിൽ AMOLED ഡിസ്പ്ലേസ് ഒക്കെ അറിയപ്പെടുന്നത്. കാരണം ഇതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇത്. നല്ല ഡീപ്പ് ബ്ലാക്ക്സ് തരും. ബ്ലാക്ക് വാൾപേപ്പർ ഒക്കെ ഇടുന്ന സമയത്ത് ആ പിക്സൽ ഫുൾ ഓഫ് ആയിട്ട് നമുക്ക് ബാറ്ററി ലൈഫ് ലാഭിക്കാൻ കഴിയും. അതേപോലെ ഇത് വളരെ തിന്നായതുകൊണ്ട് നമ്മൾ സ്മാർട്ട് ഫോൺസിലേക്ക് ഈ ഒരു ഡിസ്പ്ലേ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോൺ മാക്സിമം തിന്നാക്കാൻ കഴിയും. ഇത്രയൊക്കെ നല്ല കാര്യങ്ങളുണ്ടെങ്കിലും LED ഡിസ്പ്ലേസിന് കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അതെന്താണെന്ന് നമ്മൾ പലരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. LED ഡിസ്പ്ലേസ് എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. കാരണം AMOLED, OLED അതങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. LED ഡിസ്പ്ലേസ് ഉള്ള ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും വരുന്നൊരു പ്രശ്നമാണ് ഐ സ്ട്രെയിൻ. നമ്മുടെ കണ്ണിന് നല്ല സ്ട്രെയിൻ ഉണ്ടാവും, നല്ല തലവേദന, അതേപോലെ മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു LED ഡിസ്പ്ലേ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട്. iPhone 10 ഇറങ്ങിയത് മുതൽ പലരും ആ ഒരു ഫോണിനെ കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങി. അത് ഉപയോഗിക്കുന്ന സമയത്ത് ഹെഡ് ഏക്ക് വരുന്നുണ്ട്, ഐ സ്ട്രെയിൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ ചില ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലും ഈ ഒരു കാര്യങ്ങൾ പലരും ശ്രദ്ധിച്ചു തുടങ്ങി. ഈ ഒരു ഐ സ്ട്രെയിൻ അല്ലെങ്കിൽ ഹെഡ് ഏക്ക് LED ഡിസ്പ്ലേസിൽ വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഈ ഒരു ഐ സ്ട്രെയിൻ വരുന്നത് നമ്മൾ ബ്രൈറ്റ്നസ് കുറച്ചിട്ടിട്ട് ഫോൺ ഉപയോഗിക്കുന്ന സമയത്താണ്. ഇതിൻ്റെ കാരണം LED ഡിസ്പ്ലേസിൽ ഉപയോഗിക്കുന്ന ഡിമ്മിങ് ടെക്നോളജിയാണ്. പൾസ് വിഡ്ത് മോഡുലേഷൻ അല്ലെങ്കിൽ PWM എന്നൊരു ടെക്നോളജിയാണ് ഈ OLED ഡിസ്പ്ലേസിൽ ബ്രൈറ്റ്നസ് കുറക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ കണ്ടിട്ടില്ല LCD ഡിസ്പ്ലേസിൽ ഉപയോഗിക്കുന്ന ഡിമ്മിങ് ടെക്നോളജി ഏതാണെന്ന് നോക്കാം. ഈ LCD ഡിസ്പ്ലേസിൽ നമ്മൾ സാധാരണ ഫോൺസിൽ കാണുന്ന IPS LCD ഡിസ്പ്ലേസ് ഒക്കെ ഉണ്ട്. ഇതിൽ യൂസ് ചെയ്യുന്ന ഡിമ്മിങ് ടെക്നോളജിയാണ് DC ഡിമ്മിങ്. ബ്രൈറ്റ്നസ് കുറക്കുന്ന സമയത്ത് ആ ഒരു സ്ക്രീനിൻ്റെ ബാക്ക് ലൈറ്റിലേക്കുള്ള കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കുറച്ചുകൊണ്ടാണ് ബ്രൈറ്റ്നസ് LCD ഡിസ്പ്ലേസിൽ കുറക്കുന്നത്. ഇത് വളരെ നോർമലാണ്. ഇതുകൊണ്ട് നമുക്ക് കണ്ണിനൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ LED ഡിസ്പ്ലേസിൽ വരുന്ന സമയത്ത് ഈ ഒരു PWM എന്ന് പറഞ്ഞ ടെക്നോളജി എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ സ്ക്രീന് ഓൺ ആകും, ഓഫ് ആകും, അങ്ങനെ ഓണായി ഓഫായി കുറേ നേരം ഓണും ഓഫും ആയിക്കൊണ്ടേയിരിക്കും. ഇത് നമുക്ക് കാണാൻ കഴിയില്ല, കാരണം ഇത് അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഇടയ്ക്ക് ഓണായി ഓഫ് ആകുന്നത് കൊണ്ട് തന്നെ അവിടെ ഫ്ലിക്കറിങ് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു ഫ്ലിക്കറിങ് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, നമ്മുടെ ക്യാമറയ്ക്ക് ഉപയോഗിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. AMOLED ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ ഒരു ക്യാമറയുടെ മുന്നിൽ വെച്ച്, ഒരു ഫോൺ ക്യാമറ ആയാലും മതി, ഫോൺ ക്യാമറയിലെ മാനുവൽ സെറ്റിങ്സ് ഉപയോഗിച്ച് അതിൽ ഷട്ടർ സ്പീഡ് കൂട്ടി കൊടുക്കുക. ഇങ്ങനെ കൂട്ടി കൊടുത്ത് നമ്മൾ ആ ഒരു ഡിസ്പ്ലേയുടെ മുന്നിലേക്ക് ആ ഒരു ക്യാമറ കൊണ്ടുവരുന്ന സമയത്ത് അതിൽ നമുക്ക് ഫ്ലിക്കറിങ്ങും കാണാൻ കഴിയും. കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, പക്ഷേ ക്യാമറ കൊണ്ട് കാണാൻ കഴിയും. ഈ ഒരു ഫ്ലിക്കറിങ് ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് കണ്ണിന് ഐ സ്ട്രെയിൻ ഉണ്ടാകുന്നതും ഹെഡ് ഏക്ക് ഉണ്ടാകുന്നതും ഒക്കെ. എല്ലാവർക്കും ഒന്നും ഈ പ്രശ്നം വരുന്നില്ല, ചിലർക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇനി എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ പറയുമ്പോൾ നമ്മൾ LCD ഡിസ്പ്ലേസിൽ പറഞ്ഞ DC ഡിമ്മിങ് എന്ന് പറഞ്ഞ ടെക്നിക്ക് അത് നമുക്ക് ഈ ഒരു AMOLED ഡിസ്പ്ലേസിൽ LED ഡിസ്പ്ലേസിൽ കൊണ്ടുവരാൻ കഴിയും. അതിനായിട്ട് നമുക്ക് ചില ബ്രാൻഡ്സൊക്കെ നമുക്ക് അതിനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പോൾ ചില ഫോൺസിൽ ഡിസ്പ്ലേ സെറ്റിങ്സിൽ പോയാൽ, അല്ലെങ്കിൽ നമ്മൾ സെറ്റിങ്സിൽ സെർച്ച് ചെയ്യാം, DC ഡിമ്മിങ് എന്ന് സെർച്ച് ചെയ്താൽ പല ഫോൺസിലും അതിനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. റിയൽമി ഫോൺസിലൊക്കെ DC ഡിമ്മിങ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് വരുന്നത്. അതേപോലെ വേറെ ഫോൺസിലൊക്കെ ഫ്ലിക്കർ ഫ്രീ, ആൻറ്റി ഫ്ലിക്കർ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസൊക്കെ സെറ്റിങ്സിൽ പോയാൽ കാണാൻ കഴിയും. ഇത് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. ഇത് എനേബിൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും. പക്ഷേ ഇത് പരിഹരിക്കാൻ കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഓപ്ഷണലായിട്ട് നമ്മുടെ ഫോണിൽ കൊടുത്തിട്ടുള്ളത്? ഫോണ് നമുക്ക് വാങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാതിരിക്കാൻ കാരണം, ഫോണിലെ LED ഡിസ്പ്ലേസിൻ്റെ ഓരോ പിക്സലും പവർ ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പവർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു DC ഡിമ്മിങ് ടെക്നോളജി ഇതിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കളർ ഷിഫ്റ്റ് കാണാൻ കഴിയും. നമ്മൾ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് കളേഴ്സിലുള്ള കുറേ വേരിയേഷനൊക്കെ കാണാൻ കഴിയും. അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല കളേഴ്സൊക്കെ, എന്നാലും അത് അത്ര വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാനിപ്പോൾ റിയൽമി XTയിൽ DC ഡിമ്മിങ് എനേബിൾ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐ സ്ട്രെയിൻ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹെഡ് ഏക്ക് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിടുന്നതായിരിക്കും നല്ലത്. ഇനി എല്ലാ ഫോൺസിലും ഈ ഒരു ഓപ്ഷന് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ചില സമയത്ത് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാറുണ്ട്. OLED സേവർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. PWM ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് പ്ലേ സ്റ്റോറിലല്ല, XDA ഡെവലപ്പേഴ്സിൻ്റെ സൈറ്റിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ MI ഫോൺസൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ആക്ടിവിറ്റി ലോഞ്ചർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനും ഉണ്ട്. ഇത് ഉപയോഗിച്ചൊക്കെ നമുക്ക് DC ഡിമ്മിങ് ടെക്നോളജി നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരാൻ കഴിയും. AMOLED ഡിസ്പ്ലേസിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൻ്റെ പുറമെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ്സ് കൂടെ ഉണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഫോണിൽ ഉപയോഗിക്കുന്ന LED ഡിസ്പ്ലേസിന് ലൈഫ് സ്പാൻ കുറച്ച് കുറവായിരിക്കും. ലൈഫ് സ്പാൻ കുറവാന്ന് പറയുമ്പോൾ നമുക്ക് 1-2 വർഷം നിൽക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ല. കുറേ വർഷം LED ഡിസ്പ്ലേസ് ഉള്ള ഫോൺ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ ഫോണിൽ കാണുന്ന ഒരു LCD ഡിസ്പ്ലേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലൈഫ് സ്പാൻ കുറവായിരിക്കും.
LED ഡിസ്പ്ലേസിന്. എന്ന് വെച്ചാൽ അത് ഇത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല, കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലൈഫ് സ്പാൻ കുറവാണെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ LED ഡിസ്പ്ലേസിൽ നമുക്ക് സ്ക്രീൻ ബേണിംഗ് ഇഷ്യൂസ് കാണാൻ കഴിയാറുണ്ട്. ഇതും എല്ലാ ഫോൺസിലും വരുന്നൊരു ഇഷ്യൂ ഒന്നുമല്ല, വളരെ റയറായിട്ടേ കാണാറുള്ളൂ. എന്നാലും അത് വരുന്ന ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സ്ക്രീൻ ബേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ യൂട്യൂബ് എടുത്തെന്ന് വിചാരിക്കുക, വീഡിയോയുടെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആക്കി. ഈ പേജ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ബാക്ക് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പേജ് അവിടെ നിന്ന് പോയി. പക്ഷേ സ്ക്രീൻ ബേണിംഗ് ഇഷ്യൂ ഉള്ളൊരു ഫോണാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പേജിൽ നിന്ന് ബാക്ക് കൊടുത്താലും ആ ഒരു നമ്മൾ ക്ലോസ് ചെയ്ത പേജ് ഈ പേജിലും, ഈ ഹോം പേജാണ് നമ്മളിപ്പോൾ എടുത്തത്, ആ ഹോം പേജിലും ചെറിയ രീതിയിൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ് ഈ സ്ക്രീൻ ബേണിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാ AMOLED ഡിസ്പ്ലേസിലും അല്ലെങ്കിൽ OLED ഡിസ്പ്ലേസിൽ വരണമെന്നൊന്നുമില്ല, വളരെ റയറായിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്ര വലിയൊരു ഇഷ്യൂസ് ഒന്നും ഇവിടെ വരുന്നില്ല. ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് LED ഡിസ്പ്ലേ എടുക്കരുത്, ഇത് മോശമാണ് എന്നൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ഒരു ഫോൺ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഡിസ്പ്ലേ AMOLED അല്ലെങ്കിൽ OLED ഡിസ്പ്ലേ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും ഉള്ള ഒരു LED ഡിസ്പ്ലേ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐ സ്ട്രെയിനോ ഹെഡ് ഏക്കോ എന്തെങ്കിലും കാര്യങ്ങൾ ലോ ബ്രൈറ്റ്നസ്സിൽ ഉപയോഗിക്കുന്ന സമയത്ത് DC ഡിമ്മിംഗ് ഒന്നും എനേബിൾ ചെയ്യാതെ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഫോൺ എടുക്കാതിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോണിലെ DC ഡിമ്മിംഗ് എനേബിൾ ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ കഴിയും. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.